ആ കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് റസ്മിനെ കൂടെ കൂട്ടാം. ഹായ് റസ്മിൻ. ഹായ്. അപ്പൊ ഇവള് ചിന്തിക്കുന്ന ഒരു സാധനം എന്താന്ന് വെച്ചാല് എനിക്കിപ്പം മേ ബി എനിക്ക് കപ്പ് എന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ. കാരണം ഇത്രയും അനുഭവിച്ച ഒരു പെൺകുട്ടി ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ വേറെ ഇല്ല. ഇത്രയും സൈബർ അറ്റാക്കും അതുപോലെ തന്നെ അതിന്റെ അകത്തും ഇത്രയും അറ്റാക്ക് ചെയ്തേക്കുന്ന വേറൊരു വ്യക്തി ഒരു സീസണിലും ഇല്ല. പുറത്തുള്ളൊരു മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ജാസ്മിൻ പറഞ്ഞ പോലെ ഇത്രയും മാത്രം കാണുന്നുള്ളൂ. ഇതും കാണുന്നില്ല ഇതും കാണുന്നില്ല, ഈ ഒരു പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ. ഇവളുടെ ആ ഒരു സാധനം എനിക്ക് മനസ്സിലായി. എന്താണ് കപ്പടിക്കുന്നെങ്കിൽ ഇവൾ അടിക്കട്ടെ, അപ്പൊ ഇതിനകത്തിന് ഒരു വേറൊരു സാധനം ഒന്നും വരരുത് എന്നുള്ളതാണ് ഇവളുടെ മൈൻഡ് സെറ്റ്. ഇവന്റെ മൈൻഡ് സെറ്റും എനിക്കറിയാം. ഇവന്റെ മൈൻഡ് സെറ്റിൽ എനിക്ക് കപ്പ് എന്നുള്ളൊരു സാധനത്തിനെക്കാൾ കൂടുതൽ ഞാനിത് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് താങ്ങാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ഒരുമിച്ച് എന്നെ കൊണ്ട് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. കാരണം എന്താ പറയാ, ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ, ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ കൂട്ടം ചേർന്നാണല്ലോ നമ്മൾ ഇത്രയും ആക്രമിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തത്. ഞാൻ ഓപ്പണായി പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയ ഷോക്കിലാണ് ഇത് കേൾക്കുന്നതെങ്കിൽ എന്റെ സമനില തെറ്റുമായിരുന്നു, ഞാൻ എന്തിൽ എത്തിച്ചേരുമായിരുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. അപ്പം അവൻ അതേ ചിന്തിച്ചുള്ളൂ. എനിക്ക് ഇവള് ചിന്തിക്കുന്നതിനെക്കാളും കൂടുതൽ കണക്ട് ആയത് അവൻ ചിന്തിക്കുന്നതാണ്. ഇവന് കുറച്ച് ആശ്വസിപ്പിക്കുന്ന രീതികളുണ്ട്, ഇവനായിട്ട് കുറച്ച് രീതികളുണ്ട്. ഇവന്റെ ഏറ്റവും വലിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇവന്റെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവൻ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് നിൽക്കുമ്പോഴായാലും നിങ്ങൾക്കറിയാം ഇവൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നമുക്കൊരു സാധനം ഇട്ട് തരിക. അത് ഇപ്പോഴും അങ്ങനെ ഒരു കൺഫ്യൂസിങ് ഒരു സാധനമുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല. ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ടേ തോന്നത്തുള്ളൂ. എല്ലാവർക്കും അത് താല്പര്യം ഉണ്ടാവില്ല. എനിക്കത് പ്രശ്നമില്ല. അപ്പൊ അതേപോലെ തന്നെ ഇവൻ ഇപ്പൊ ഒരാളെ ആശ്വസിപ്പിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ പാട്ട് പാടി ആശ്വസിപ്പിക്കും. അതേ രീതി ഇവൻ കൈ പിടിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതൊക്കെ ചേർത്ത് നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കും. അപ്പൊ അന്ന് അവൻ അവിടെ ഇരുന്ന് അടുത്തിരുന്ന് പാടുന്നതാണെങ്കിലും അവൻ എന്നെ എന്ന് പറഞ്ഞാൽ കരയുന്നെങ്കിൽ കരഞ്ഞു തീർക്കട്ടെ, ആശ്വാസം അതങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഇവൻ പാടുന്നത്. അതുകൊണ്ട് ഇവള് പെട്ടെന്ന് അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൊടുക്കും. പിന്നെ ഇവള് പറയുന്ന പോലെ നമുക്ക് അവിടെ നിൽക്കാൻ ഒരു കൈ ഉണ്ടെങ്കിൽ ഭയങ്കര ആശ്വാസമാണ്. ഞാൻ ഇതൊന്നും കണ്ടുവന്ന ആളല്ല, ബിഗ് ബോസ് കണ്ടുവന്ന ആളല്ല. അപ്പൊ ഞാൻ ഗോ വിത്ത് ദി ഫ്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡാ. അപ്പോൾ ആൾക്കാരെ എങ്ങനെ നമ്മളുടെ അടുത്ത് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇന്നത് എന്ന് നമുക്ക് ഉറച്ചു നിൽക്കണം. എനിക്കത് വിശ്വസിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഞാൻ ആ കൺഫ്യൂസിങ് സ്റ്റേജിൽ നിന്നൊരു സാധനമാണ് ഇപ്പൊ എന്റെയും ഗബ്രിയുടെയും കാര്യം. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം.